ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ട് കാണും. നമ്മൾ ഒരു ജോബിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലൂടെ പറയുന്നത്. ഞാൻ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്, പ്ലസ് ഇപ്പോൾ ഒരു നമ്മൾ ഇംഗ്ലീഷാണ് നമ്മുടെ സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് വൈസ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണം, അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ജനറലായിട്ട് നമ്മളോട് ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസും പ്ലസ് സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്ലസ് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെ ആദ്യം വിളിക്കുന്നത് HR ആയിരിക്കും. ഓക്കെ, ആ ബേസിക് തൊട്ടുള്ള കാര്യം ഞാൻ പറയുകയാണ്. അതായത് നമ്മളൊരു CV കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഡയറക്റ്റായിട്ടായിരിക്കും ഇടുക, അല്ലെങ്കിൽ നമ്മൾ മെയിൽ വഴിയായിരിക്കും അയക്കുക. ഓക്കെ, അത് എങ്ങനെയാണെങ്കിലും ആദ്യം നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് HR ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 സ്കൂളിൽ നിന്ന് എനിക്ക് കോൾ വന്നത്. HR ആണ് ആദ്യം വിളിച്ചത്. അപ്പോൾ എന്നെ ആദ്യത്തെ സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോൾ എന്നോട് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് UAE എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എനിക്കന്ന് UAE എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ UAEയിൽ ഫ്രഷറാണ് ആ ടൈമിൽ. നാട്ടിലാണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്നെ UAEയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അധികം അങ്ങോട്ട് താല്പര്യമില്ലായിരുന്നു ഇൻ്റർവ്യൂവിന് വിളിക്കാനായിട്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് അവരോട് സജസ്റ്റ് ചെയ്യുമായിരുന്നു, മാം എനിക്ക് UAEയിൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എനിക്ക് നാട്ടിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ എനിക്കൊരു ചാൻസ് തരാമോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഓക്കെ യു കം എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു അന്ന് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിരുന്നാൽ, ഇപ്പം നിങ്ങളാണെങ്കിലും ഒരു പക്ഷേ UAEയിൽ വരുമ്പോൾ ഇനി UAE എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളോട് അവർ UAE എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഫോൺ വെച്ചിട്ട് പോവരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യമാണ് നമ്മളപ്പോൾ അവരോട് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുക. ഇനി നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത B.Ed അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും ഇഫ് യു ആർ കോൺഫിഡൻറ്റ് നമുക്കത് പറയാം. ഓക്കെ, പക്ഷേ മാം എനിക്കൊരു ചാൻസ് തരാമോ ഒന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും, ഇങ്ങനെയല്ലേ എനിക്കും ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ, എനിക്കൊരു അറ്റ്ലീസ്റ്റ് എനിക്ക് അവിടുത്തെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എനിക്കൊരു ചാൻസ് തരാമോ എന്നുള്ള കാര്യം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം. പക്ഷേ ഞാൻ രണ്ടാമത്തെ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. UAEയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു UAEയിൽ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ നാട്ടിൽ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ ഇന്ന് അഡ്വാൻസ് അങ്ങോട്ടങ്ങ് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ അവർ വില്ലിങ് ആയിരുന്നു, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ദെൻ യു കം എന്നുള്ള കാര്യം ഇൻ്റർവ്യൂ ഷടപടയെന്ന് എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് HR സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം HR ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കുമോ, ഡിഗ്രി ഉണ്ടോ, PG ഉണ്ടോ, എവിടുന്ന് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തു, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഓവറോൾ ക്വസ്റ്റ്യൻസേ HR ചോദിക്കത്തുള്ളൂ. പിന്നെ അതിനുശേഷം ഇനി നമ്മൾ മെയിൻ ഇൻ്റർവ്യൂവിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് നമ്മളെ വിളിക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യം നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പ്രിൻസിപ്പൽ ആയിരിക്കാം. സബ്ജക്റ്റ് എക്സ്പേർട്ടിൻ്റെ ഇൻ്റർവ്യൂ അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ജനറൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ കാര്യമാണ് ആദ്യം ഞാൻ പറയുന്നത്. അപ്പോൾ അത് പ്രിൻസിപ്പളോ ചിലപ്പോൾ HODയും കാണാം, പക്ഷേ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ സാധാരണ ഞാനന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയത് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. സോ അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രിപ്പയർ ചെയ്തത്. പക്ഷേ അവരെന്നോട് അങ്ങനെ ഒരു ക്വസ്റ്റ്യനേ ചോദിച്ചില്ല. കാരണം എൻ്റെ പ്രൊഫൈൽ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. കാരണം എൻ്റെ CV ഓൾറെഡി അത് കണ്ടു, അത് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നൊരു ക്വസ്റ്റ്യൻ എന്നോട് അങ്ങനെ ചോദിച്ചില്ല. എന്നോട് ഡിറക്റ്റ് ആയിട്ട് തന്നെ പിന്നെ ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണോ എന്നൊരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ടീച്ചിങ് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്, എന്തുകൊണ്ടാണ് ടീച്ചിങ് ഇത്രയും ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസാണ് എന്നോട് ആക്ച്വലി ചോദിച്ചത്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. എന്നോട് ചോദിച്ചില്ല എന്ന് വെച്ചിട്ട് എല്ലാവരോടും അങ്ങനെ ആവണം എന്നില്ല. ഞാൻ ഇവിടുന്ന് ഒരു ഗടാഗടിയൻ സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ പഠിച്ചു വെച്ചുകൊണ്ടായിരുന്നു പോയത് കേട്ടോ. പക്ഷേ എന്നോട് അതൊന്നും ചോദിച്ചില്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യരുത് എന്നുള്ളതല്ല, നമ്മൾ എപ്പോഴാണെങ്കിലും അതിന് റെഡി ആയിരിക്കുക. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക, നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ഇച്ചിരി ഒന്ന്
ഒരു പൊടിക്കൊന്ന് മേലെ പറയുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മൈ ഹോബീസ് എന്നൊക്കെ പറയുന്നതിന് പകരം മൈ ലെഷർ ടൈം ആക്ടിവിറ്റി എന്ന് പറയുക. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫ്രീ ടൈം ഞാൻ എന്നെ ഒന്ന് പോസിറ്റീവ് ആക്കി വെക്കുക, പോസിറ്റീവ് എന്നുള്ള വേർഡിന് പകരം റീജുവനേറ്റ് മൈസെൽഫ്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള വേർഡ്സ് ഒക്കെ ഒന്ന്, അത് നമ്മൾ കുറച്ച് പഠിച്ചു വെച്ചുകൊണ്ട് തന്നെ പോവുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പറയുന്നത് ആ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ നിന്ന് മാറി ഒരു പൊടിക്ക് മേലെ നിന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രസീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ ഈ പറയും പോലെ നമ്മളെക്കുറിച്ച് നമ്മുടെ പേരെന്താണെന്നുള്ള കാര്യം പറയുക. അതേപോലെ നമ്മൾ ഇന്ന ക്വാളിഫിക്കേഷനൊക്കെയാണ് നമുക്കുള്ളത്. പിന്നെ അപ്പോൾ എനിക്ക് ടീച്ചിങ് എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു സർവീസ് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് തോന്നി. ഐ വിഷ് ടു എക്സ്റ്റെൻഡ് മൈ സർവീസ് ഇൻ UAE ഓൾസോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത്രേ പറയാവുള്ളൂ. അല്ലാതെ നമ്മൾ നീട്ടി പരത്തി ഒത്തിരി ഒന്നും പറയേണ്ട ആവശ്യങ്ങളില്ല. ആ ഉള്ള സംഗതികൾ കുറച്ച് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചോദിച്ചില്ല, പക്ഷെ ഞാൻ ഇതേപോലെ ആയിരുന്നു പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇനി എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസും ഇനി ജനറലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസുമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ച കാര്യമാണ് എന്തുകൊണ്ടാണ് ടീച്ചിങ് പ്രൊഫഷൻ ചൂസ് ചെയ്തത് എന്നുള്ള കാര്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നമ്മൾ ടീച്ചേഴ്സായിട്ടാണല്ലോ അവിടെ ചെല്ലുന്നത്. അപ്പോൾ നമ്മളോട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചോദിക്കും. എന്നോടത് 2 സ്കൂളിൽ നിന്നും ചോദിച്ചിരുന്നു. പിന്നെ അതിനുശേഷം എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് ചോദിച്ചത്. അതായത് ഒരു ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കാൻ കുറച്ച് മോശമാണെന്നുണ്ടെങ്കിൽ എന്ത് മെത്തേഡായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം എന്നോട് ചോദിച്ചു. പിന്നെ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടീച്ചിങ് ഭയങ്കര ഇഷ്ടമല്ലേ, ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വന്നതല്ലേ, അപ്പോൾ ടീച്ചിങ് ഫീൽഡിലേക്ക് പുതിയ എന്തെങ്കിലും ടെക്നിക്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എന്നോട് ചോദിച്ചു. ഓക്കെ, അപ്പം ഞാനന്ന് വെറുതെ ഞാൻ തട്ടിവിട്ടതാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്, കുറച്ചും കൂടെയൊക്കെ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ കുറച്ചങ്ങ് തട്ടിവിടുമല്ലോ, അങ്ങനെ ഞാനൊക്കെ തട്ടിവിട്ടതാണ് കേട്ടോ അന്ന്. അപ്പം നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞൂടാന്നുണ്ടെങ്കിലും നമ്മൾ ഓക്കെ ഇപ്പം അതിനെപ്പറ്റിയൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കാം. അല്ലാതെ നമ്മളവിടെ മിണ്ടാതെ പേടിച്ചിരിക്കുക അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. ഇനി ഇൻ കേസ് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ അറിയില്ല എന്നങ്ങ് പറയുക, അത്രേ ഉള്ളൂ. അവർ അത് വെച്ചിട്ടൊന്നും ഭയങ്കര അസസ്മെൻ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ഒരു വേ ഓഫ് അപ്രോച്ച് ഒക്കെയാണ് ഒരു ബേസിക് ജനറൽ ഇൻ്റർവ്യൂവിൽ നമ്മളെക്കുറിച്ച് നോക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നോട് ആദ്യത്തെ സ്കൂളിൽ നിന്ന് ചോദിച്ചത്. പക്ഷേ രണ്ടാമത്തെ സ്കൂളിൽ നിന്ന് എന്നോടൊരു ജനറൽ ഇൻ്റർവ്യൂവിന് ചോദിച്ചത് BEd നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഓരോ സ്കൂളിലും ഓരോ രീതിയാണ്. ഓക്കെ, അപ്പോൾ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആസ് എ ടീച്ചർ എന്തൊക്കെ പുതിയ ടെക്നിക്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, പിന്നെ കുട്ടികൾ പഠിക്കാൻ കുറച്ച് ബാക്ക്വേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് റെമഡിയൽ ടീച്ചിങ് ആണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, പുതിയ വേസ് എന്തൊക്കെ പറ്റും, പിന്നെ കുട്ടികളോടുള്ള അപ്രോച്ച് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ജനറലായിട്ട് ഒരു ടീച്ചിങ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സ്കൂളിൽ നിന്നുള്ള എക്സ്പീരിയൻസ്. പക്ഷേ രണ്ടാമത്തെ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും ജനറലായിട്ടുള്ള ഇൻ്റർവ്യൂ അത് പ്രിൻസിപ്പൽ സാറിൻ്റെ ആയിരുന്നു. സാർ എന്നോട് BEd റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്ത് ചോദിച്ചത്. അപ്പം ഞാൻ ഈ രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ BEd റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് ചോദിച്ചത്. സത്യം പറഞ്ഞിരുന്ന എൻ്റെ കണ്ണ് തള്ളിപ്പോയെന്ന് തന്നെ പറയാം കേട്ടോ. കാരണം എന്ന് വെച്ചിരുന്നാൽ ഞാൻ അത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ കുറേ നമ്മുടെ ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഗ്രാമറും അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചുകൊണ്ടായിരുന്നു പോയത്. നമ്മൾ സാധാരണ അതാണല്ലോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ BEdൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയതേ ഇല്ലായിരുന്നു. എൻ്റെ മൈൻഡിലത് പോയതേ ഇല്ല അങ്ങനെ ഒരു കാര്യം. അപ്പോൾ പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഓർമ്മയുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ അന്നങ്ങ് പറഞ്ഞു എന്നുള്ളതല്ലാതെ അതൊക്കെ അത്ര ഒരു പെർഫെക്റ്റ് ആയിരുന്നില്ല. എൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഞാൻ അത്ര പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ എന്നോട് BEd റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ജനറൽ ഇൻ്റർവ്യൂവിന് തന്നെ മറ്റൊരു സ്കൂളിൽ ചോദിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് കോഗ്നിറ്റിവിസം എന്താണ്, ബിഹേവിയറിസം എന്താണ്, ജീൻ പിയാഷെ ആരാണ്,
പിന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, അതിനകത്ത് ആ ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് 8 ഇൻ്റലിജൻസ് ലെവലാണല്ലോ, അത് എന്നൊക്കെയായിരുന്നു എന്നോട് ചോദിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ബിഹേവിയറിസം കോഗ്നിറ്റീവ്സും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞ് അന്ന് ഒപ്പിച്ചു. സത്യം പറഞ്ഞാൽ BEdന് പഠിച്ചിട്ട് താത്ത് വെച്ച് ഷിഫ്റ്റ് ഡിലീറ്റ് ആയിരുന്നു, ഒന്നും ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പുട്ട് ഫോർവേഡ് ചെയ്തതൊക്കെ ആരാണെന്ന് എനിക്കൊരു ഓർമ്മയുണ്ടായിരുന്നു. ഒരു 8 എണ്ണമാണെന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ബാക്കി അല്ലാതെ അത് ഏതൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ എന്നിട്ട് സാറിനോട് ഞാനത് ഓപ്പണായിട്ട് പറയുകയും ചെയ്തു. സാർ, BEdൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതെന്നുള്ള കാര്യം ഞാൻ പറയുകയും ചെയ്തു. ഒരുപാട് എനിക്ക് പറയാനും പറ്റുന്നില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ എനിക്കൊരു പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നത്, അതേ സ്കൂളിൽ തന്നെ സബ്ജക്റ്റ് വൈസുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ഞാൻ ഒരുപാട് പോയിന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിലായിരുന്നു ഞാൻ പിന്നെ ഇരുന്നത്. എന്തായാലും ഒരു സൈഡ് മൊത്തം ഫ്ലോപ്പായി. അപ്പം ഞാൻ വിചാരിച്ചു മിക്കവാറും വിളിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം നിങ്ങളാണെങ്കിലും പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം പറ്റരുത്. അതായത് സബ്ജക്റ്റ് ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമ്മൾ BEdന് പഠിച്ച്, അതായത് BEdന് എല്ലാവരും ജനറലായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കും അല്ലേ. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ജനറലായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ബിഹേവിയറിസം, സൈക്കോളജി ആ പേപ്പറിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ, ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, പിയാഷെ ആരാണ്, അതേപോലെ ഹൊവാർഡ് ഗാർഡനർ ആരാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, മെയിനായിട്ട് ഈ ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, അത് എന്തായിരുന്നു ആ തിയറിയുടെ പർപ്പസ് എന്നുള്ളത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്ന് നോക്കി വെച്ചേക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജനറലി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത് മെയിനായിട്ട്. പിന്നെ ഈ പറയും പോലെ നമ്മളെ കുട്ടികളോടുള്ള നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നൊക്കെ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഓക്കെ, ഇപ്പോൾ കുട്ടികൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിരുന്നാൽ നമ്മൾ എന്തും ആക്ഷൻ ആയിരിക്കും എടുക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. കാരണം വെച്ചാൽ ഇവിടെ നിന്നൊക്കെ നമ്മൾ കുട്ടികളോട് വളരെ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കണം എന്നാണ് ഇവിടുത്തെയൊക്കെ ഒരു റൂളെന്ന് പറയുന്നത്. കുട്ടികളോട് നമുക്ക് റൂഡായിട്ട് സംസാരിക്കാനോ ഒച്ചയെടുക്കാനോ അങ്ങനെയൊന്നും ഒന്നുമുള്ള റൈറ്റ് ഇല്ല. അപ്പം നമ്മുടെ ആ ഒരു അപ്രോച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. കുട്ടികൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് അപ്രോച്ച് ആയിരിക്കും നമ്മൾ അവരോട് എടുക്കുക എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം എല്ലാത്തിനും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ജനറലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത് കൂടാതെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ടീച്ചർ. അപ്പം അതൊരു 4-5 പോയിന്റ് നമ്മൾ നോക്കി വെച്ചേക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്വാളിറ്റീസ് ഓഫ് എ ടീച്ചർ. ഒരു ടീച്ചറിന് ബേസിക് ആയിട്ട് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യനും എനിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ടീച്ചിങ് ഫീൽഡ് ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഒരു ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ജനറലി എക്സ്പെക്റ്റ് ചെയ്യാം. പ്ലസ് നമ്മൾ BEdന് പഠിച്ച ടോപ്പിക്സും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും നമ്മളോടൊരു ജനറൽ ഇൻ്റർവ്യൂവിന് ചോദിക്കുക. സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് പോയത്, പക്ഷേ എന്നോടന്ന് ചോദിച്ചില്ല. കാരണം ചിലപ്പോൾ എൻ്റെ CV ഓൾറെഡി അവരത് സ്റ്റഡി ചെയ്തിട്ടിരുന്നുകൊണ്ടായിരിക്കാം. പക്ഷേ എന്ന് വെച്ച് എല്ലാവരോടും അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ തന്നെ കുറച്ച് ബേസിക് ഇംഗ്ലീഷിൽ നിന്ന് മാറി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ കഴിവതും ഒന്ന് പ്രസൻറ്റ് ചെയ്തിരുന്നാൽ വളരെ നന്നായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ എല്ലാ സബ്ജക്ട്സും ഒരുപോലെ അല്ലല്ലോ. അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. പറയുന്ന കാര്യങ്ങൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും പറയുക. അതിന് തന്നെയാണ് എപ്പോഴും ബോണസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇനി ഇംഗ്ലീഷ് ടീച്ചേഴ്സാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകം നമ്മുടെ പ്രൊനൗൺസിയേഷൻ നല്ല കറക്റ്റാക്കി റെഡിയാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ മറ്റ് സബ്ജക്റ്റിലുള്ള ടീച്ചേഴ്സ്, ഇപ്പോൾ സോഷ്യൽ സയൻസോ മാത്തോ അല്ലെങ്കിൽ സയൻസ് ടീച്ചേഴ്സൊക്കെ പ്രൊനൗൺസിയേഷനിൽ എവിടെയെങ്കിലും ഇത്തിരി മിസ്റ്റേക്സ് ഒക്കെ വന്നിരുന്നാലും അവരത് അത്ര വലിയൊരു പിൻ പോയിന്റ് ചെയ്ത് പറയത്തൊന്നുമില്ല. പക്ഷേ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആകുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഫോണിറ്റിക്സ് ഒക്കെ പഠിച്ച് പ്രൊനൗൺസിയേഷൻ പഠിച്ച് പാസ്സായിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പം നമ്മൾ പ്രൊനൗൺസിയേഷനൊക്കെ തെറ്റിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതായത് ചില സിമ്പിളായിട്ടുള്ള വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോണ്ടന്റ് എന്നുള്ള വേർഡ് എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റർ എന്നാണ് പറയുന്നത്. ശരിക്കും പറയുന്നത് കോണ്ടന്റ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചില സിമ്പിളായിട്ടുള്ള വാക്കുകളായിരിക്കും. അതൊക്കെ നമ്മൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് നോട്ട് ചെയ്തൊന്ന് വെച്ചേക്കും
കേട്ടോ. അത് ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ കാര്യമാണ്. ഇപ്പം അല്ലാതെയുള്ള ടീച്ചേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്സ് ഒക്കെ വന്നിരുന്നാലും അത്ര വലിയ വിഷയമായിട്ടൊന്നും എടുക്കത്തില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രൊനൗൺസിയേഷൻ പക്കയായിരിക്കുക, നല്ല രീതിയിൽ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ ആണെങ്കിലും ഒന്ന് പറഞ്ഞ് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഒന്ന് പോവുക. ഞാനും ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ തലേന്ന് കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഒന്ന് ഷോയൊക്കെ നടത്തിയിട്ടൊക്കെയാണ് പോയത്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂവിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നോട് ചോദിച്ചത് കേട്ടോ. പ്ലസ് നമ്മുടെ ആ BEdൻ്റെ ക്വസ്റ്റ്യൻസും ബിഹേവിയറിസം കോഗ്നിറ്റീവിസം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ ജനറൽ ആയിട്ടുള്ള സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷ് ആസ് എ ഇംഗ്ലീഷ് ടീച്ചർ അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനി അടുത്ത സെക്ഷനിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞല്ലോ ഗ്രാമറും അതേപോലെ ലിറ്ററേച്ചർ സെക്ഷനും ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടായിരുന്നു പോയത്. കാരണം ഞാൻ നാട്ടിൽ നിൽക്കുമ്പോഴേ തന്നെ, ബിക്കോസ് ഐ ഓൾറെഡി ഹാവ് എ പ്ലാൻ, എനിക്കിവിടെ വരണം എന്ന് എനിക്കൊരു പ്ലാൻ ഉള്ളത് കൊണ്ട്, അപ്പം ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ വൈകുന്നേരം എല്ലാ ദിവസവും കുറച്ച് നേരം പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ലിറ്ററേച്ചർ സെക്ഷനൊക്കെ ആയിരുന്നു കൂടുതൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയത്. ഗ്രാമർ പിന്നെ ഓൾറെഡി നമ്മൾ സ്കൂളിൽ എടുക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രിക്ക് PGക്കും ഒക്കെ പഠിച്ചവിടെ വെച്ചിരിക്കുകയാണ് നമ്മുടെ. അപ്പോൾ അത് കാരണം അതുമായിട്ട് അധികം അങ്ങോട്ട് ടച്ച് വരുന്നില്ല. സ്കൂൾ ലെവൽ ലിറ്ററേച്ചറിൽ നിന്ന് മാറിയുള്ള നമ്മുടെ കോളേജ് ലെവൽ ലിറ്ററേച്ചറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഡെയിലി കുറച്ച് ഒരു 1 hour ഒക്കെ ഇരുന്ന് എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അത് ഇപ്പം നമ്മളോട് തന്നെ ഇങ്ങോട്ട് ചോദിക്കും, ഏത് ഏജാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, റൊമാൻറ്റിക് ഏജ് ആണോ, വിക്ടോറിയൻ ഏജ് ആണോ, ചോസറിൻ്റെ ഏജ് ആണോ എന്നൊക്കെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. അപ്പം ഏതെങ്കിലും ഒരു സംഭവം നല്ല തറവായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അപ്പം ഞാൻ അന്ന് എല്ലാ ഏരിയാസ് കവർ ചെയ്തെങ്കിലും ചോസറും വിക്ടോറിയനും ഒക്കെ ഞാൻ നോക്കിയിട്ട് പോയെങ്കിലും ഏറ്റവും ക്ലിയറായിട്ട് ഞാൻ പഠിച്ചിട്ട് പോയത് റൊമാൻറ്റിക് ഏജ് ആയിരുന്നു. അപ്പോൾ അതായത് അതിനകത്ത് തന്നെ ഫസ്റ്റ് ജനറേഷൻ പോയറ്റ് ആരാണ്, സെക്കൻഡ് ജനറേഷൻ പോയറ്റ് ആരാണ്, അതേപോലെ വേർഡ്സ്വർത്തിൻ്റെ ലിറിക്കൽ ബാലഡ് അതിൻ്റെ പ്രയോറിറ്റി എന്താണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരുന്നു പോയത്. ലിറിക്കൽ ബാലഡ് ഇറങ്ങിയ വർഷം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടായിരുന്നു പോയത്. അപ്പോൾ ഒരു ലിറ്ററേച്ചർ ലെവലിൽ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് പഠിച്ചുകൊണ്ടാണ് പോയത്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഞാൻ കൂടുതലും അന്ന് റെഫർ ചെയ്തത്, ഞാൻ ഈ സെറ്റിനായിട്ട് ഞാനൊരു ബുക്ക് വാങ്ങിയായിരുന്നു അന്ന്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങുന്ന, അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി, ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഞാൻ കൂടുതലും റെഫർ ചെയ്ത് പഠിച്ചു. 1 word ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ഞാൻ കൂടുതലും റെഫർ ചെയ്ത് പഠിച്ചുകൊണ്ട് പോയത്. പിന്നെ ഓവറോൾ പിന്നെ ഈ കുറച്ച് ലിറ്റററി ടേംസ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ അതേപോലെ ഫിഗർ ഓഫ് സ്പീച്ച്, സിമിലി എന്താണ്, മെറ്റഫർ എന്താണ്, മെറ്റോണമി എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് റെഫർ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ എന്നോട് ലിറ്ററേച്ചർ ബേസ് ചെയ്ത് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിലും പണ്ടേ അങ്ങനെ ഞാൻ ഭയങ്കര പഠിച്ച് കാര്യമായിട്ട് പോകുന്നതിൽ ഒന്നും ചോദിക്കാറില്ല. അപ്പം ഞാൻ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളും പ്രിപ്പയർ ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം എന്നോടത് ചോദിച്ചില്ല എന്ന് വിചാരിച്ച് മറ്റാരോടും അത് ചോദിക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ കൂടെ തന്നെ എൻ്റെ കൊളീഗ്സിനടുത്തൊക്കെ ലിറ്ററേച്ചർ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമുണ്ട്. പക്ഷേ അങ്ങ് ഒരുപാട് വലിച്ചു പരത്തിയൊന്നും ചോദിക്കത്തില്ല കേട്ടോ. അപ്പോൾ ലിറ്ററേച്ചർ തന്നെ അവരോട് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ടൈം നമ്മളങ്ങ് ലിറ്ററേച്ചർ സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് സമയം അതിന് കൂടുതൽ കൊടുത്തു. അയ്യോ ഇനി അത് ചോദിക്കൂ ഇത് ചോദിക്കൂ എന്നൊക്കെ വെച്ചിട്ട് വേർഡ്സ്വർത്ത് ആരാ, കോൾറിഡ്ജ് എന്താ, കീറ്റ്സ് എന്താ, കീറ്റ്സിൻ്റെ പോയംസ് ഏതൊക്കെയാണ്, കീറ്റ്സിൻ്റെ ഫേവറേറ്റ് ലൈൻ എന്താണ്, അന്നൊക്കെ ഉള്ളതൊക്കെ നോക്കി വെച്ചുകൊണ്ടായിരുന്നു അന്ന് പോയത്. പക്ഷേ എന്നോട് ഒരു ക്വസ്റ്റ്യനും ലിറ്ററേച്ചർ ബേസ് ചെയ്ത് ചോദിച്ചതേ ഇല്ല. പക്ഷേ എൻ്റെ കൊളീഗ്സിനോടൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് ലിറ്ററേച്ചർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് കേട്ടോ. ഇനി ഗ്രാമർ സെക്ഷനിൽ നിന്ന് ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ട് റെഫർ ചെയ്തുകൊണ്ട് പോവുക കേട്ടോ. ഇവിടെ ലിറ്ററേച്ചറിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നതും നമ്മുടെ ഒരു സബ്ജക്റ്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്രൊഫിഷ്യൻസി ഒക്കെ അവർ കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത് ഗ്രാമർ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും നോക്കിക്കൊണ്ട് പോവുക. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തുകൊണ്ടായിരുന്നു പോയത്. പ്രത്യേകിച്ച് നമ്മുടെ
ടെൻസസിൻ്റെ റൂൾസൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. അതൊക്കെ അവർ ചോദിക്കും. എന്നോട് ചോദിച്ചിരുന്നു, ടെൻസസിൻ്റെ റൂൾസ് ചോദിച്ചു, അത് പറയാൻ പറഞ്ഞിരുന്നു. പിന്നെ അതേപോലെ പ്രത്യേകിച്ച് ഈ ഒരു പാസ്റ്റ് ടെൻസ് ആ ഒരു മേഖലയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ റൂൾ എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ റൂൾ എന്താണ്, പിന്നെ ഒരു സെൻറ്റൻസ് നമ്മളോട് അവരിങ്ങോട്ട് പറയും, അതിനെ എന്നിട്ട് അത് പാസ്റ്റ് ടെൻസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും. ഒന്നും പ്രസൻറ്റ് ടെൻസിലോട്ട് ചോദിക്കാൻ പറഞ്ഞില്ല, എല്ലാം പാസ്റ്റ് ടെൻസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് കേട്ടോ. പിന്നെ അതേപോലെ ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് വേർബ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്സ് എന്തൊക്കെയാണ്, പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതാണ്, പക്ഷേ അത് 8 എണ്ണവും നമ്മൾ ഓർത്ത് പറയുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര ടെൻഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി വെച്ചിട്ട് പോവുക. പിന്നെ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ, നൗണിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ആഡ്ജക്റ്റീവിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ആഡ്വേർബും ആഡ്ജക്റ്റീവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതൊക്കെ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് അതിനെക്കുറിച്ചിട്ട് ചോദിച്ചിരുന്നു. അതായത് ഒരു ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നതെന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. അപ്പം മെയിനായിട്ട് ടെൻസിൽ വരുന്ന ചേഞ്ച് ആണെന്നുള്ള കാര്യം അതൊക്കെ പറയുക കേട്ടോ. പിന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നോട് ചോദിച്ചില്ല, പക്ഷേ അതും പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഗ്രാമറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം കവർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ബേസിക് തന്നെ ഞാൻ പറയത്തില്ല, ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും കവർ ചെയ്ത് വെച്ചിട്ട് പോവുക. പ്രത്യേകിച്ച് ടെൻസസ്, വേർബ്സ്, അത് പാർട്സ് ഓഫ് സ്പീച്ച്, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ നിങ്ങൾ റെഡി ആയിരുന്നോണ്ട് നിങ്ങളോട് എന്തായാലും ഗ്രാമറിൻ്റെ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് അത് പാസ്റ്റ് ടെൻസിലോട്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലോട്ടോ കൺവേർട്ട് ചെയ്യാനായിട്ട് അവർ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കി വെച്ചേക്കുക. പിന്നെ എന്നോട് ചോദിച്ചത് ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് കൂടാതെ വേർബ്സിൻ്റെ ടൈപ്സ് ഓഫ് നൗൺസ് ഒക്കെ എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പം അതുമൊക്കെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് പോവുക. ലിറ്ററേച്ചറിനേക്കാളും കൂടുതലും ഗ്രാമറിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ലിറ്ററേച്ചർ ഒരു 2 എണ്ണമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗ്രാമർ ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മളോട് ചോദിക്കും കേട്ടോ. ഇനി ആ സബ്ജക്റ്റ് വൈസ് അതും കഴിഞ്ഞതിന് ശേഷം പിന്നെയും എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബ്ലൂ പ്രിൻ്റ് എന്താണ്, അത് നോക്കി വെച്ചേക്കുക. എന്താണ് ബ്ലൂ പ്രിൻറ്റിൻ്റെ പേർപ്പസ് എന്താണ് എന്നുള്ള കാര്യം. അത് എന്നോട് ജനറലായിട്ട് ആരും ചോദിച്ചില്ല, സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിനായിരുന്നു അതൊക്കെ എന്നോട് ചോദിച്ചത് കേട്ടോ. ബ്ലൂ പ്രിൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പിന്നെ അതേപോലെ എക്സൽ ഷീറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇവിടെ എല്ലാം ഡിജിറ്റൽ ബേസ് ചെയ്തിട്ടുള്ളതാണല്ലോ ടീച്ചിങ്ങും എല്ലാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്ക് എക്സലിനെ പറ്റി അറിയാമോ എന്നൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിച്ചത്. പിന്നെ ബ്ലൂംസ് ടാക്സോണമി എന്താണെന്നുള്ള കാര്യം ചോദിച്ചു. ബ്ലൂംസ് ടാക്സോണമി വേർഡ്സ് എന്തൊക്കെയാണെന്ന്, BT വേർഡ്സ് എന്തൊക്കെയാണെന്ന് പറയാമോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ഞാൻ ബ്ലൂംസ് ടാക്സോണമി ഒന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ബ്ലൂംസ് ടാക്സോണമി ഞാൻ പറഞ്ഞല്ലോ, BEdന് പഠിച്ച കാര്യങ്ങളൊന്നും എനിക്ക് അധികം അങ്ങോട്ട് ഓർമ്മ വന്നില്ല. പക്ഷെ അത് എന്നോട് ഈ സബ്ജക്റ്റ് എക്സ്പേർട്ടിൻ്റെ ഇൻ്റർവ്യൂവിനാണ് ഈ BEdൻ്റെ 1-2 ക്വസ്റ്റ്യൻസും ചോദിച്ചത് കേട്ടോ, ബ്ലൂംസ് ടാക്സോണമി ഒക്കെ ചോദിച്ചത്. പക്ഷേ ഞാൻ എക്സൽ ഷീറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബ്ലൂ പ്രിൻറ്റിൻ്റെ കാര്യവും അറിയാവുന്ന ഒരു ഐഡിയ വെച്ചൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഭയങ്കര ക്ലിയർ ആയിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷേ ഗ്രാമർ ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്യാൻ പറ്റിയായിരുന്നു കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് അതൊക്കെ അത് അവരൊരു സെൻറ്റൻസ് നമ്മളോട് പറയും, അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു എന്നോട് ചോദിച്ച മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ ലിറ്ററേച്ചർ സൈഡ് നമ്മൾ ഒരു 30 to 35% പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നാൽ മതിയാവും. കാരണം ലിറ്ററേച്ചറിനേക്കാളും കൂടുതലും ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ഞാൻ 2 സ്കൂളിൽ പോയപ്പോഴും ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ചോദിച്ചത്. ലിറ്ററേച്ചറിൽ നിന്ന് അധികം ഒന്നും ചോദിച്ചില്ല, 1-2 ക്വസ്റ്റ്യൻസ്. അതിപ്പോൾ നമ്മൾ ടീച്ചിങ് ഫീൽഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂൾ ലെവലിലുള്ള ലിറ്ററേച്ചറൊക്കെ കിട്ടിയിരുന്ന ഒരു പോം അല്ലെങ്കിൽ ഒരു പ്രോസ് എങ്ങനെയാണെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് പഠിപ്പിക്കും എന്നുള്ള കാര്യം അവർക്കറിയാം. അപ്പോൾ ഒരു സ്കൂൾ ലെവലിൽ കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ടെൻസസ് ഒക്കെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പോവുക കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ BEdന് പഠിച്ച ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, ബ്ലൂംസ് ടാക്സോണമി, BT വേർഡ്സ് എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ ബ്ലൂ പ്രിൻ്റ്,
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നമ്മളുടെ ഒരു വേ ഓഫ് കോൺഫിഡൻസ് വെച്ച് നമ്മൾ മാക്സിമം നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ എക്സ്പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ കാണും, എല്ലാ ക്വസ്റ്റ്യൻസും പറയാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളത്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞ് ആരെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ എല്ലാവരും വിട്ടുപോകും. പിന്നെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ പറയുന്നത്. സാധാരണ ഏതൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോഴും ഒരു 15 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് വരെയെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിൽ കുറയാതെ നോക്കുക. ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ പറയാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. പിന്നെ നിങ്ങൾ ഇടുന്ന കോമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, അതൊക്കെ ഭയങ്കര സന്തോഷം. നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ബൈ.